നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. പക്ഷാഘാതം അഥവാ സ്ട്രോക്കിനെ കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നതിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ന്യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ തോമസ് ഐപ്പ് ഡോക്ടർ ലൈവിൽ അതിഥിയായെത്തിയിരിക്കുന്നു. നമസ്കാരം ഡോക്ടർ. ഇന്ന് ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണ് സ്ട്രോക്ക്. അതെപ്പോൾ ഉണ്ടാകുന്നു, എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പലപ്പോഴും മുൻധാരണകൾ ലഭിക്കാറുമില്ല. എന്തുകൊണ്ടാണ് സ്ട്രോക്ക് ഇത്രമാത്രം അപകടകാരിയായി ഒരു മനുഷ്യൻ തീരുന്നത്? സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ തലച്ചോറിലേക്കുള്ള രക്തയോട്ട കുറവ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. ഇത് പെട്ടെന്ന് ഉണ്ടാകുന്നത്, അതുകൊണ്ടാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഒരു പെട്ടെന്നൊരു അടി കിട്ടുന്ന പോലെയാണ്. പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു രക്തയോട്ട കുറവ് കൊണ്ടാണ് സ്ട്രോക്ക് സാധാരണ. അതേപോലെ തന്നെ രക്തസ്രാവം കൊണ്ടും രക്തക്കുഴൽ പൊട്ടി രക്തം പുറത്ത് വന്ന് വീണ്ടും സ്ട്രോക്ക് ഉണ്ടാകും. അങ്ങനെ രണ്ട് തരം സ്ട്രോക്കാണുള്ളത്. ഒന്ന് രക്തയോട്ട കുറവ് കൊണ്ടും മറ്റേത് രക്തസ്രാവം കൊണ്ടും. രക്തസ്രാവം കൊണ്ടുള്ളത് പെട്ടെന്ന് മരണത്തിൽ കലാശിക്കാം. ഡോക്ടറെ അടുത്ത് എത്തുന്നതിന് മുൻപ്, ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുൻപ് തന്നെ മരണം സംഭവിച്ചെന്ന് വരാം. അതേപോലെ പെട്ടെന്നുണ്ടാകുന്ന രക്തയോട്ട കുറവ് കാരണം ആണെങ്കിൽ ഉടനടി, രണ്ടാണെങ്കിലും ഉടനടി ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. മിനിറ്റുകൾക്കകം, മണിക്കൂറുകൾക്കകം എത്തേണ്ടതാണ്. ചില സ്ട്രോക്കുകൾക്ക് ചികിത്സയുണ്ട്. അത് ചികിത്സ 4.5 മണിക്കൂറിനുള്ളിൽ ആരംഭിക്കേണ്ടതാണ്. അതെല്ലാം കൊണ്ടും തന്നെ ഇത് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കേണ്ടതാണ്. ജീവിതശൈലി രോഗങ്ങളിൽ വളരെയധികം അപകടകാരിയായിട്ടുള്ള ഒന്നാണ് സ്ട്രോക്ക് എന്ന് പറയാറുണ്ട്. അത് സ്ട്രോക്ക് എങ്ങനെയാണ് ജീവിതശൈലിയുമായിട്ട് ഇത്രയധികം ബന്ധപ്പെട്ടിരിക്കുന്നത്? പ്രഷർ കൂടുതലുള്ളവർക്ക് സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ട്. പ്രഷർ എല്ലാം കൂടുതലായിട്ട് കാണുന്നത് വ്യായാമക്കുറവ് കൊണ്ടും ആഹാരശൈലി കൊണ്ടും. ആഹാരശൈലി എന്ന് പറഞ്ഞാൽ ഉപ്പ് ധാരാളം കഴിക്കുക, ആഹാരത്തിന് കഴിക്കാനിരുന്നതിന് ശേഷം കൂടുതലായി ഉപ്പിടുക, ഉപ്പ് കൂടുതലുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുക. ഉദാഹരണത്തിന് ഉപ്പിലിട്ടത് കഴിക്കുക, ഉണക്കമീൻ കഴിക്കുക. ധാരാളമായി കഴിക്കുമ്പോൾ പ്രഷർ കൂടുന്നു. അതേപോലെ ഷുഗർ വരുന്നതും നമ്മുടെ വ്യായാമക്കുറവ് കാരണവും അമിതമായ ആഹാരം കാരണവും ബ്ലഡ് ഷുഗർ കൂടാം. ഷുഗർ കൂടുന്നവർക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് പല കാരണങ്ങൾ കൊണ്ടും കേരളത്തിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ പ്രഷറും ഷുഗറും ഒക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ രക്തയോട്ടത്തിൻ്റെ കുറവും രക്തസ്രാവവും ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഭക്ഷണക്രമത്തിലുള്ള മാറ്റം തന്നെയാണോ ഇതിന് പ്രധാനമായിട്ട് കാരണമായിട്ട്? പ്രധാന കാരണം ഭക്ഷണത്തിലുള്ള മാറ്റങ്ങളാണ്. ഇപ്പം കൂടുതലുമായിട്ടും ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ഫാസ്റ്റ് ഫുഡാണ്. കാരണം വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം ഫാസ്റ്റ് ഫുഡാണ്. അതെല്ലാം കൊഴുപ്പ് വളരെയധികം ഉള്ളതും മധുരം കൂടുതലുള്ളതും ഉപ്പ് കൂടുതലുള്ള പദാർത്ഥങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ കൂടുതലായി കാണുന്നു. മാനസിക സമ്മർദ്ദം ഇതിന് കാരണമായിട്ട് മാറുന്നുണ്ടോ? തീർച്ചയായിട്ടും. മാനസിക സമ്മർദ്ദം കൂടുമ്പം ബ്ലഡ് പ്രഷർ കൂടാം, പ്രഷറിൻ്റെ കൺട്രോള് പോയെന്ന് വരാം, ബ്ലഡ് ഷുഗറിൻ്റെയും നിയന്ത്രണം വിട്ടുപോയെന്ന് വരാം. എല്ലാം കൊണ്ടും ഈ മാനസിക സംഘർഷം വരുമ്പോൾ, ബ്ലഡ് പ്രഷർ കൂടുമ്പോഴൊക്കെ ഈ സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുന്നുണ്ട്. സ്ട്രോക്ക് ആണെന്ന് നമുക്ക് എങ്ങനെയാണ് ലക്ഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ടത് പെട്ടെന്നുണ്ടാകുന്ന ഏത് രോഗവും സ്ട്രോക്ക് ആകാനാണ് സാധ്യത. ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന പെട്ടെന്നുള്ള തളർച്ചയാണ്. ഒരു കൈയുടെ തളർച്ച, അല്ലെങ്കിൽ ഒരു കാലിൻ്റെ തളർച്ച, അല്ലെങ്കിൽ ഒരു വശത്തിൻ്റെ തളർച്ച, ഒരു കൈയും കാലും തളരുക, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ബോധക്കേട്, പെട്ടെന്നുണ്ടാകുന്ന തലവേദന, ഛർദിൽ, ഇതെല്ലാം സ്ട്രോക്ക് ഉണ്ടാകാം. സ്ട്രോക്ക് ആണെന്ന് സംശയിച്ചാൽ ഉടനടി ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിക്കണം. വിദേശങ്ങളിൽ അത് അറിയാൻ വേണ്ടിയിട്ട് ഒരു ന്യൂമോണിക് ഉണ്ട്. ആൾക്കാരോട് പറയും, പെട്ടെന്ന് ചിറി കോടിയാൽ അല്ലെങ്കിൽ കൈ തളർന്നാൽ നിങ്ങൾ ഉടനടി സ്ട്രോക്ക് ആണെന്ന് സംശയിക്കണം എന്നാണ് പറയുന്നത്. ഇതിലേക്ക് നയിക്കുന്ന ലക്ഷണങ്ങളെ നമുക്ക് നേരത്തെ തന്നെ കണ്ടെത്താൻ കഴിയുമോ? ചില ആൾക്കാർക്ക് താൽക്കാലികമായി തളർച്ച കണ്ടെന്ന് വരാം. പെട്ടെന്ന് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് ഏതാനും മിനിറ്റുകൾ നേരത്തേക്ക് മാത്രം വന്നങ്ങ് പോകാം. അതൊരു സൂചനയാണ്.
സ്ട്രോക്ക് വരാൻ പോവുകയാണെന്നുള്ളതിന് സൂചനയാണ്. അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് കൈക്കോ കാലിനോ തളർച്ച വന്നെന്ന് വരാം, അതും ഒരു സൂചനയാണ്. അതിനെ ഞങ്ങൾ ട്രാൻസിയൻറ്റ് ഇസ്കീമിക് അറ്റാക്ക് എന്ന് പറയും. അതൊരു സൂചനയാണ്. ആ സൂചന ഉടനടി മനസ്സിലാക്കി ഉടനടി ആശുപത്രിയിലെത്തി വേണ്ട ടെസ്റ്റുകളും മരുന്നും ആരംഭിക്കണം. ഇപ്പോൾ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രാഥമിക ചികിത്സ ഉടനെ കൊടുക്കാൻ കഴിയുമോ? സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഉടനടി ആശുപത്രിയിൽ എത്തിക്കണം. അത് ആശുപത്രിയിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് സെൻറ്ററിലായിരിക്കണം. സ്ട്രോക്ക് സെൻറ്റർ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും ഒരു CT സ്കാൻ ഫെസിലിറ്റി ഉള്ള ഒരു സ്ഥലം, ഒരു ന്യൂറോളജിസ്റ്റ് 24 മണിക്കൂറും ഉള്ളൊരു സ്ഥലം, ഒരു ന്യൂറോ സർജൻ ഉണ്ടായിരിക്കണം, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടായിരിക്കണം, നല്ലൊരു ടീം, നഴ്സിംഗ് ടീം എല്ലാം ഉള്ള ഒരു സ്ഥലമായിരിക്കണം. അവിടെ ഒരു ഇൻറ്റൻസീവ് കെയർ സെൻറ്റർ ഉണ്ടായിരിക്കണം. ഇതാണ് ഒരു സ്ട്രോക്ക് സെൻറ്റർ എന്ന് മനസ്സിലാക്കുന്നത്. രോഗി എത്തിയാൽ ഉടനെ സ്കാൻ എടുത്തിട്ട് അത് രക്തയോട്ട കുറവാണോ രക്തസ്രാവം കൊണ്ടാണോ സ്ട്രോക്ക് ഉണ്ടായതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ. രക്തയോട്ട കുറവാണെങ്കിൽ അത് രക്തം കട്ട പിടിച്ചതിനെ അലിയിപ്പിക്കാനുള്ള മരുന്നാണ് കൊടുക്കേണ്ടത്. അതേ സമയത്ത് രക്തസ്രാവമുള്ള രോഗിക്കാണെങ്കിൽ ഈ മരുന്ന് കൊടുത്താൽ വീണ്ടും അധികം രക്തസ്രാവം ഉണ്ടാകും. അതുകൊണ്ട് വളരെ പ്രധാനമാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് CT ഉള്ള ഒരു സ്ഥലത്ത് വേണം പോകാൻ. CT സ്കാൻ എടുത്താൽ മാത്രമേ ഒരു കറക്റ്റായിട്ടുള്ള ചികിത്സ കൊടുക്കാൻ പറ്റുള്ളൂ. ആ ഉടനടി പേഷ്യൻ്റെ ICUലോട്ട് CT എടുത്ത് ICUലോട്ട് മാറ്റി തക്കതായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും തുടർന്ന് മോണിറ്റർ ചെയ്യാൻ വേണം. ഇപ്പോൾ രോഗി മോശമാകുന്നുണ്ടോ അതോ ഭേദമായി വരികയാണോ എന്ന് മിനിറ്റുകൾ വെച്ചിട്ട് പ്രഷർ നോക്കുകയും ഇടയ്ക്കിടയ്ക്ക് ഷുഗർ നോക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. ഡോക്ടർ, നമുക്ക് ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ്. ഡോക്ടർ ലൈവിൽ ഒരു ചെറിയ ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. പക്ഷാഘാതത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ, നമുക്ക് ഒരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? ഹലോ, ഞാൻ കൊയിലാണ്ടിൽ മീനാക്ഷിയാണേ. ഡോക്ടറിനോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, നമസ്കാരം. നമസ്കാരം. അതെ, കൊളസ്ട്രോൾ ഹൈ ലെവലിലായാൽ ഈ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രം ഇങ്ങനെ പക്ഷാഘാതം വരുമെന്ന് അറിയാനാ. കൊളസ്ട്രോൾ 250, 300, 310 അങ്ങനെയൊക്കെ ആവാറുണ്ട്. തൈറോയിഡ് ഉള്ള രോഗിയാണ്. അതെ, കൊളസ്ട്രോൾ സ്ട്രോക്ക് ഉണ്ടാകാനുള്ള ഒരു റിസ്ക് ഫാക്ടർ തന്നെയാണ്. അതുകൊണ്ട് കൊളസ്ട്രോൾ നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത് കൂടുതലും സ്ത്രീകളിലാണ് കാണുന്നത്. കാരണം പ്രഷർ കൂടുതലും ആണുങ്ങളിലാണ്. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഈ മെനപ്പോസ് ആകുന്നതിന് മുൻപുള്ള സ്ത്രീകൾക്ക് പ്രഷർ വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ആ പ്രായത്തിൽ കൂടുതലും സ്ട്രോക്കിന് റിസ്ക് ഫാക്ടറായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത് കൊളസ്ട്രോൾ തന്നെയാണ്. അതുകൊണ്ട് സ്ത്രീകളിൽ കൊളസ്ട്രോൾ ഒരു പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടറാണ് സ്ട്രോക്ക് വരാനായിട്ട്. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് ഒരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? നമസ്തേ ഡോക്ടർ, എനിക്ക് ലോ പ്രഷറാണ്. ലോ പ്രഷർ ആയാൽ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ടോ? ലോ പ്രഷർ എന്ന് പറഞ്ഞാൽ ലോ പ്രഷർ കൊണ്ട് സാധാരണഗതിയിൽ സ്ട്രോക്ക് വരാറില്ല. പക്ഷേ ചില ആളുകളിൽ കിടക്കുമ്പോൾ പ്രഷർ നോർമലാണ്, പെട്ടെന്ന് ഇരിക്കുമ്പോഴോ നിൽക്കുമ്പോഴോ പ്രഷർ പെട്ടെന്ന് താന്നു പോകുന്നു. അങ്ങനെയുള്ള, ഞങ്ങൾ അതിനെ പോസ്ചറൽ ഹൈപ്പോടെൻഷൻ എന്ന് പറയും, അങ്ങനെയുള്ള രോഗികൾക്ക് സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ട്. അല്ലാതെ സാധാരണ ഈ ലോ പ്രഷർ എന്ന് പറയുന്ന ഇത് സാധാരണ നോർമൽ പ്രഷർ ആയിരിക്കാം. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി രക്തസ്രാവം കൊണ്ടും നമുക്ക് സ്ട്രോക്ക് ഉണ്ടാവാം, രക്തം ഓക്സിജൻ്റെ അളവ് കുറയുന്നത് കൊണ്ടും ഉണ്ടാവും. ഇത് രണ്ടും വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? രണ്ടിൻ്റെയും റിസ്ക് ഫാക്ടേഴ്സ് പൊതുവെ ഒന്ന് തന്നെയാണ്. ഹൈപ്പർ ടെൻഷൻ, പ്രഷർ കൂടുക, വ്യായാമക്കുറവ്, ഇതെല്ലാം തന്നെ പൊതുവായിട്ടുള്ളതാണ്. അതേസമയത്ത് ഹാർട്ടിൻ്റെ താളം തെറ്റിയുള്ള പ്രവർത്തനം, അതിന് ഉദാഹരണം ഏട്രൽ ഫിബ്രിലേഷൻ എന്ന് പറയും. ഏട്രൽ ഫിബ്രിലേഷനെ തുടർന്ന് വരുന്ന പക്ഷാഘാതം സാധാരണ രക്തയോട്ട കുറവ് കൊണ്ടാണ്, അത് രക്തസ്രാവം കൊണ്ടല്ല.
അപ്പം അങ്ങനെ ചില രോഗങ്ങളുണ്ട് കൂടുതലും രക്ത ഓട്ടക്കുറവാണ് ഉണ്ടാക്കുന്നത്. വേറൊരു ഉദാഹരണം, നമ്മുടെ ദേഹത്തെ ഹോമോസിസ്റ്റീൻ ലെവൽ കൂടുകയാണെങ്കിൽ വീണ്ടും രക്തയോട്ടക്കുറവാണ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നതിന് ശേഷം ഒരാൾക്ക് സ്ട്രോക്ക് വരികയാണെങ്കിൽ വീണ്ടും രക്തയോട്ടക്കുറവാണ് വരാൻ സാധ്യത. അതേസമയത്ത് പ്രഷർ രണ്ടും ഉണ്ടാക്കാം. ഡോക്ടർ ലൈവിലേക്ക് ഇനി ഒരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. ആരാണ് വിളിക്കുന്നത്? സാറേ, ഞാൻ എന്റെ പേര് കെ തോമസ് ആണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. അലിമുക്കിൽ നിന്നാണ് വിളിക്കുന്നത്. ശരി, പറഞ്ഞു. പക്ഷാഘാതം ഉണ്ടാകാനുള്ള കാരണത്തെ പറ്റി ഒന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. പക്ഷാഘാതം ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രഷർ തന്നെയാണ്. പ്രഷർ, മറ്റു കാരണങ്ങൾ ഷുഗർ, കൊളസ്ട്രോൾ കൂടുക, വ്യായാമം കുറവ്, പിന്നെ മറ്റു കാരണങ്ങളൊക്കെ വളരെ അപൂർവമാണ്. ഇപ്പം ടെൻഷൻ കൊണ്ടും എല്ലാം വരാം. ഡോക്ടർ, നമുക്കൊരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. ആരാണ് വിളിക്കുന്നത്? ഹലോ, ഇത് കൊല്ലത്തുണ്ട്. ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ. അതെ, നമസ്കാരം. ഡോക്ടർ, യഥാർത്ഥത്തിൽ സ്ട്രോക്ക് വന്ന് ട്രീറ്റ്മെന്റിൽ കഴിഞ്ഞു, പിന്നെ ഇപ്പോൾ കുഴപ്പമില്ലാതിരിക്കുന്നു. സ്ട്രോക്ക് വന്ന ഒരാളിന് വീണ്ടും വരാനുള്ള സാധ്യത ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? സ്ട്രോക്ക് ഒരിക്കൽ വന്ന ആൾക്ക് വീണ്ടും സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ളവർ വളരെ സൂക്ഷിക്കേണ്ടതാണ്. ചില മരുന്നുകൾ പ്രധാനമായിട്ടും കഴിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, പ്രത്യേകിച്ചും രക്തയോട്ടക്കുറവ് വന്നവർക്ക് രക്തയോട്ടക്കുറവ് ഇനി വരാതിരിക്കാനായിട്ട് തുടർച്ചയായിട്ട് ആൻറ്റി പ്ലേറ്റ്ലെറ്റ് മരുന്നുകൾ തുടർച്ചയായിട്ട് കഴിക്കേണ്ടതാണ്. രണ്ട്, ബ്ലഡ് പ്രഷർ കൂടിയ ആൾക്കാരാണെങ്കിൽ അവർ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കണം. ഗുളിക കഴിച്ചാൽ മാത്രം പോരാ, മാസത്തിലൊരിക്കൽ ബ്ലഡ് പ്രഷർ പരിശോധിച്ച് നോക്കണം. നിയന്ത്രണത്തിലാണോ എന്ന് നോക്കണം. തീർച്ചയായിട്ടും നിയന്ത്രണത്തിൽ കൊണ്ടുവരണം. ഷുഗർ ഉള്ളവർക്ക് എല്ലാ മാസവും ബ്ലഡ് ഷുഗർ പരിശോധിച്ച് അത് ബ്ലഡ് ഷുഗർ നിയന്ത്രണത്തിലാണോ എന്ന് നോക്കണം. ഉദാഹരണത്തിന് ബ്ലഡ് ഷുഗർ ഒന്ന് വെറും വയറ്റിൽ ടെസ്റ്റ് ചെയ്യണം. രണ്ട്, ആഹാരം കഴിഞ്ഞ് കൃത്യം 2 മണിക്കൂർ കഴിഞ്ഞും ടെസ്റ്റ് ചെയ്യണം. ആഹാരത്തിന് മുൻപ് ടെസ്റ്റ് ചെയ്യുന്നത് തലേദിവസം കഴിച്ച മരുന്നോ ഇൻസുലിനോ മതിയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ആഹാരം കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് ചെക്ക് ചെയ്യുന്ന ബ്ലഡ് ഷുഗർ അന്ന് രാവിലെ എടുത്ത ഇൻസുലിനോ കഴിച്ച ഗുളികയോ മതിയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. തുടർന്ന് വ്യായാമം ചെയ്യാനുണ്ട്. ആഹാരത്തിൽ സംയമനം പാലിക്കാനുണ്ട്. അധികം ഉപ്പ് കഴിക്കാൻ പാടില്ല. അധികം കൊഴുപ്പ് കഴിക്കാൻ പാടില്ല. ഇതെല്ലാമാണ് പ്രധാനമായിട്ടും നോക്കേണ്ട കാര്യങ്ങൾ. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് ഒരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. ആരാണ് വിളിക്കുന്നത്? ഡോക്ടർ തോമസ് അയ്യപ്പല്ലേ? അതെ അതെ അതെ. വലത്തെ സൈഡ് കംപ്ലീറ്റ് ചെന്നിണ്ടായിരുന്നു. 2 വർഷം 3-5 വർഷമായി. കുറച്ച് കുറവുണ്ട്. പക്ഷെ ഈ വലത്തെ കാല് വലിച്ചു വെക്കണ പോലെയാണ്. ചെരുപ്പൊക്കെ പെട്ടെന്ന് തേയ്മാനുണ്ട്. നടക്കുമ്പോ സൈഡ് കഴിഞ്ഞിട്ടാണ്. കൈയൊക്കെ കനം കുറവാണ്, ബലമില്ല. അപ്പൊ ശോധന ആഴ്ചയിൽ ഒരു ദിവസമേ ഉള്ളൂ. ശരി. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 60 വയസ്സായി എനിക്ക്. ശരി. ഇത് ഇപ്പം തീർച്ചയായിട്ടും നല്ലൊരു ഫിസിയോതെറാപ്പി റീഹാബിലിറ്റേഷൻ ആവശ്യമുള്ള സമയമാണ്. നടക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് ആ കാല് സ്റ്റിഫായതുകൊണ്ടാണ്, നല്ല സ്റ്റിഫായതുകൊണ്ടാണ് നടക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫിസിയോതെറാപ്പിയും മരുന്നും, ഇനി അത് നടക്കാൻ കുറച്ചുകൂടെ എളുപ്പമാകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഞങ്ങൾ എയ്ഡ്സ് എന്ന് പറയും, വടിയോ എല്ലാം ഉപയോഗിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ടതാണ്. ഒരു നല്ല ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ കാണിക്കേണ്ടതും അവർ നിർദ്ദേശിക്കുന്ന അനുസരിച്ച് ചെയ്യേണ്ടതുമാണ്. നമ്മൾ അടുത്ത ചൊവ്വാഴ്ച തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോകുന്നുണ്ട്. അവിടെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഉണ്ട്. അവിടെ കാണിക്കാം. മരുന്നുകൾ തുടരണം. പക്ഷേ ഇപ്പം അത്യാവശ്യമായിട്ടുള്ളത് മരുന്ന് കൂടാതെ ഈ നടക്കാനുള്ള ബുദ്ധിമുട്ട് കുറച്ചുകൂടെ ഭേദമാകാൻ വേണ്ടിയിട്ട് റീഹാബിലിറ്റേഷൻ ആവശ്യമാണ്. ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കാണിക്കണം. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ ഇനി ഒരു ചെറിയ ഇടവേളയ്ക്കുള്ള സമയമാണ്. ഡോക്ടർ ലൈവിൽ ചെറിയൊരു ഇടവേള.
ഡോക്ടർ ലൈവ് തുടരുന്നു. പക്ഷാഘാതത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, ചിലപ്പോൾ പക്ഷാഘാതം ഉണ്ടാകുന്നത് ഇടതുവശത്താകാം, അല്ലെങ്കിൽ വലതുവശത്തും ഉണ്ടായി കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ തലച്ചോറിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളെയാണ് സ്ട്രോക്ക് ബാധിക്കുന്നത്? തലച്ചോറിൻ്റെ എല്ലാ ഭാഗത്തും രക്തക്കുഴലുകളുണ്ട്. അപ്പം എവിടെയാണ് രക്തക്കുഴൽ അടഞ്ഞത് എന്നുള്ളതനുസരിച്ചിരിക്കും രോഗലക്ഷണം. ഉദാഹരണത്തിന് തലച്ചോറിൻ്റെ ഇടത് ഭാഗത്ത് ആണ് പ്രധാനപ്പെട്ട രക്തയോട്ടക്കുറവുണ്ടായെങ്കിൽ വലത് ഭാഗത്ത് തളർച്ചയും അതിനോടനുബന്ധിച്ച് സംസാരശേഷി പോയെന്നും വരാം. അതേപോലെ തലച്ചോറിൻ്റെ വലത് ഭാഗത്താണ് രക്തയോട്ടക്കുറവ് ഉണ്ടാകുന്നതെങ്കിൽ ഇടത് ഭാഗത്ത് തളർച്ചയും നമ്മുടെ ദിശ തിരിച്ചറിയാനുള്ള കഴിവ് പോവുകയും വസ്ത്രമെല്ലാം ഉടുക്കാനുള്ള കഴിവ് കുറയുകയും ചെയ്തെന്ന് വരാം. തലച്ചോറിൻ്റെ പുറകുവശത്താണ് രക്തയോട്ടക്കുറവ് ഉണ്ടാകുന്നതെങ്കിൽ അവർക്ക് പെട്ടെന്ന് തലകറക്കമുണ്ടാകാം, നോക്കുന്നതൊക്കെ രണ്ടായിട്ട് കണ്ടെന്ന് വരാം, സംസാരത്തിനൊരു കുഴച്ചിൽ വന്നെന്ന് വരാം. അതേപോലെ സാധനങ്ങൾ എടുക്കുമ്പം ഒരു നിയന്ത്രണം ഇല്ലാതെ പോവുകയും ഒക്കെ ചെയ്യാം. ബലക്കുറവുണ്ടാകില്ല, പക്ഷേ നിയന്ത്രണക്കുറവ് വന്നെന്ന് വരാം. അപ്പം രോഗലക്ഷണം തലച്ചോറിൻ്റെ ഏത് ഭാഗത്താണ് അസുഖം വന്നത് എന്നുള്ളതനുസരിച്ചിരിക്കും ഈ രോഗലക്ഷണം. ഇതിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ച് കൂടെ ഒന്ന് പറയാമോ? ചികിത്സാ രീതി രക്തസ്രാവം കൊണ്ടാണെങ്കിൽ പ്രധാനമായിട്ടും സെറിബെല്ലം എന്ന് പറയുന്ന സ്ഥലത്താണെങ്കിൽ ബോധക്കേടുണ്ടാകുകയാണെങ്കിൽ അത് ഓപ്പറേഷൻ ചെയ്ത് അത് രക്തം എടുക്കേണ്ടതായിട്ട് വരും. വേറൊരു ഈ രക്തയോട്ടക്കുറവ് കൊണ്ടാണെങ്കിൽ തന്നെയും ആദ്യം ഓപ്പറേഷനൊന്നും വേണ്ടി വന്നെന്ന് വരത്തില്ല. കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ അവിടെ നീർക്കെട്ട് വന്ന് തലച്ചോറിനുള്ളിൽ സ്ഥലമില്ലാതെ വരുമ്പോൾ ഓപ്പറേഷൻ ചെയ്ത് സ്ഥലം ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. അതിന് ഡീകംപ്രസീവ് ക്രേനിയക്ടമി എന്ന് പറയും. അതുകൊണ്ട് തന്നെയാണ് സ്ട്രോക്ക് വന്ന രോഗിയെ അഡ്മിറ്റ് ചെയ്ത് ICUവിൽ തന്നെ അഡ്മിറ്റ് ചെയ്ത് മോണിറ്റർ ചെയ്യേണ്ടതാണ്. പേഷ്യൻ്റ് മോശമാകുന്നുണ്ടോ, ഓപ്പറേഷൻ ആവശ്യമുണ്ടോ എന്ന് നോക്കേണ്ടതാണ്. ആവശ്യമുണ്ടെങ്കിൽ ന്യൂറോ സർജനെ കാണിച്ച് ഓപ്പറേഷൻ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ന്യൂറോ സർജനും ഉള്ള ഒരു ഹോസ്പിറ്റലായിരിക്കണം സ്ട്രോക്ക് സെൻറ്റർ. ഡോക്ടർ, ഒരു കോൾ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. ആരാണ് വിളിക്കുന്നത്? ഞാനിത് വട്ടിയൂർക്കാവെന്ന് വിളിക്കുകയാണ്. ഡോക്ടറിന്റെ ചോദിച്ചോളൂ. സാർ, ഞാൻ വട്ടിയൂർക്കാവെന്ന് വിളിക്കുകയാണ്. നമസ്കാരം. നമസ്കാരം. എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത്. അമ്മയ്ക്ക് 13 വർഷമായിട്ട് സ്ട്രോക്ക് വന്നിട്ടുണ്ട്. അപ്പൊ കിടപ്പാണ് ഫുള്ളായിട്ട്. ഫിസിയോതെറാപ്പിക്ക് നടന്നു തുടങ്ങി വീണ്ടും ഒരു സർജറി ഒക്കെ കഴിഞ്ഞ് വീഴുന്ന കാലിന്റെ എല്ല് പൊട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഒന്ന് നടന്നൊക്കെയാണ്. പക്ഷെ ഇപ്പം കിടപ്പാണ് ആള്. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് അമ്മ ഒന്ന് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടി കാണിക്കുന്നു. വെള്ളം തന്നെയും കുടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ചില സമയത്ത്. എന്നാൽ 2 ദിവസം കഴിയുമ്പോ വീണ്ടും ശരിയാവുകയും ചെയ്യും. അങ്ങനെ അത് മറ്റെന്തെങ്കിലും കാരണം ഇപ്പൊ അടുത്ത് വന്ന് കാണണം. ഒന്നുകിൽ വീണ്ടും രക്തയോട്ടക്കുറവ് മറ്റു ഭാഗങ്ങൾ, തലച്ചോറിന്റെ മറ്റു ഭാഗങ്ങൾ വന്ന് കാണാം. അല്ലെങ്കിൽ ആഹാരത്തിലുള്ള ഉപ്പിൻ്റെ അളവ് കുറഞ്ഞിട്ട്, ദേഹത്ത് ഉപ്പിൻ്റെ അളവ് കുറഞ്ഞാൽ ബോധം കുറയാം, അപ്പോഴും ആഹാരം കഴിക്കാതെ വരും. പിന്നെ വേറൊരു കാരണം, മനസ്സിൽ സങ്കടം വന്നാലും ആഹാരമൊക്കെ കഴിക്കാനുള്ള താല്പര്യം കുറഞ്ഞെന്ന് വരാം. മറ്റ് ഇൻഫെക്ഷൻ വന്നാലും, ഉദാഹരണത്തിന് മൂത്രത്തിൽ പഴുപ്പോ നെഞ്ചിൽ ന്യൂമോണിയ പോലെ വരികയാണെങ്കിലും വിശപ്പ് കുറഞ്ഞെന്ന് വരാം. പല കാരണങ്ങൾ കൊണ്ട് വിശപ്പ് കുറഞ്ഞെന്ന് വരാം. അതുകൊണ്ട് എന്താണ് കാരണമെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കേണ്ടതാണ്. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു സാധാരണ ജീവിതത്തിലേക്കുള്ളൊരു മടങ്ങിപ്പോക്ക്, അത് നമുക്ക് എങ്ങനെ സാധ്യമാക്കാം? ഒന്ന്, വളരെ തുടക്കത്തിൽ തന്നെ ചികിത്സ ചെയ്താൽ ഈ പക്ഷാഘാതം പെർമനൻ്റ് ആയിട്ടുണ്ടാകുന്നതൊക്കെ കുറയ്ക്കാം. കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്തെന്ന് വരാം. പക്ഷേ ചിലർക്ക് പക്ഷാഘാതം ഉണ്ടായെന്നും വരാം. അതുകൊണ്ട് ഏറ്റവും പ്രധാനം ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. മാത്രമല്ല, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാലും ഈ അടുത്ത 3-4 ദിവസങ്ങളിൽ വീണ്ടും
തലച്ചോറിൽ നീർക്കെട്ട് വരുന്നുണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ വീണ്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടി വരും, സർജറി ഒക്കെ ചെയ്യേണ്ടി വന്നെന്ന് വരാം. പിന്നെ ഈ സമയത്ത് ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കുക, ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുക. ബ്ലഡ് ഷുഗറും പ്രഷറും നിയന്ത്രിച്ചില്ലെങ്കിൽ വീണ്ടും ഒന്ന് മരണത്തിൽ കലാശിച്ചെന്ന് വരാം, അല്ലെങ്കിൽ തളർച്ച കൂടിയെന്ന് വരാം. പല കാരണങ്ങൾ കൊണ്ടും ഒരു ICUവിൽ തന്നെ മോണിറ്റർ ചെയ്ത് അവരെ ചികിത്സിക്കേണ്ടതാണ്. കാര്യം അവർ കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്യുക, അല്ലെങ്കിൽ റിക്കവർ ചെയ്യുമ്പം കുറച്ച് ബലക്കുറവുണ്ടെങ്കിലും പഴയ ജോലിയിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആവശ്യമാണ്. പിന്നെ റീഹാബിലിറ്റേഷൻ വേണ്ടി വരും പ്രോംപ്റ്റ് ആയിട്ട്. അത്തരത്തിലുള്ള റീഹാബിലിറ്റേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ആദ്യം അഡ്മിറ്റ് ചെയ്യുന്ന ആദ്യത്തെ ദിവസം തൊട്ട് ഫിസിയോതെറാപ്പി തുടങ്ങേണ്ടതാണ്. അപ്പോഴേ തുടങ്ങിയാലേ ഫൈനൽ ഔട്ട്കം നല്ലതാവുള്ളൂ. അതുകൊണ്ട് ആദ്യം തൊട്ട് അഡ്മിറ്റ് ചെയ്ത് അന്ന് തൊട്ട് നമുക്ക് ഇൻറ്റൻസീവായിട്ട് ഫിസിയോതെറാപ്പിയും ബാക്കി കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ജാഗ്രതയും ഒക്കെ വളരെ അത്യാവശ്യമാണ്. അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നിത്യജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് സ്ട്രോക്ക് വന്നതിന് ശേഷം ഒന്ന് രക്തയോട്ടക്കുറവാണെങ്കിൽ രക്തയോട്ടക്കുറവ് വീണ്ടും വരാതിരിക്കാനുള്ള മരുന്നുകൾ തീർച്ചയായിട്ടും കഴിക്കണം. 2 പ്രഷർ ഉള്ളവരാണെങ്കിൽ പ്രഷർ നന്നായിട്ട് നിയന്ത്രിക്കണം. ഷുഗർ ഉള്ളവരാണെങ്കിൽ ഷുഗർ നന്നായിട്ട് നിയന്ത്രിക്കണം. ഫിസിയോതെറാപ്പി നന്നായിട്ട് ഇൻറ്റൻസീവായിട്ട് കണ്ടിന്യൂ ചെയ്യണം. വ്യായാമം തുടരണം. ആഹാരത്തിൽ നിയന്ത്രണം വേണം. ഇതെല്ലാം ഒരു പുതിയ ജീവിതം പോലെ തുടരേണ്ടതാണ്. നമുക്ക് നേരത്തെ ശ്രദ്ധിക്കുകയാണെങ്കിൽ, അതായത് നേരത്തെ മോണിറ്റർ ചെയ്ത് ഈ രോഗം കണ്ടുപിടിക്കാൻ കഴിയുമോ, വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്? അത് ഉണ്ട്. ഇപ്പം ഹൈ റിസ്ക് ആയിട്ടുള്ള രോഗികളുണ്ട്. ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാത്തവരും പ്രഷർ കൺട്രോൾ ചെയ്യാത്തവർക്കുമൊക്കെ രക്തക്കുഴലിനെ നേരിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. രക്തക്കുഴൽ അടഞ്ഞിരിക്കുകയാണെങ്കിൽ അതിനെന്ത് ചെയ്യാം? രക്തയോട്ടക്കുറവ് വരാതിരിക്കാനുള്ള മരുന്ന് കൊടുക്കാം, കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള മരുന്ന് കൊടുക്കാം. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം. അപ്പം ഹൈ റിസ്ക് ആയിട്ടുള്ള എല്ലാവർക്കും ചെയ്യണമെന്ന് പറയുന്നില്ല. ഷുഗർ നിയന്ത്രിക്കാത്തവർക്കും പ്രഷർ നിയന്ത്രിക്കാത്തവർക്കും ഒക്കെ രക്തക്കുഴലിന് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ചെയ്തിട്ട് തകരാറുണ്ടെങ്കിൽ ഉചിതമായ ചികിത്സ കൊടുക്കുകയും ചെയ്യും. ഡോക്ടർ ലൈവിൻ്റെ സമയം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ന്യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ തോമസ് ഐപ്പാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. പക്ഷാഘാതത്തെക്കുറിച്ചായിരുന്നു ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്തത്. നന്ദി, നമസ്കാരം.